കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ശശി തരൂർ അലർജിയാണ്. ലോകപൗരൻ എന്ന വിശേഷണമുള്ള 4 തവണ ലോക്സഭാംഗമായ തിരുവനന്തപുരം MP-യായ ഡോക്ടർ ശശി തരൂർ എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൽ വിവാദങ്ങളും വിമർശനങ്ങളും ചർച്ചകളും വല്ലാത്ത ഒച്ചപ്പാടുമാണ്. ശശി തരൂർ MP വായ തുറന്നാൽ വിവാദമാണ് എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ മികച്ച ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ. എഴുത്തുകാരനും രാഷ്ട്രതന്ത്രജ്ഞനും ബുദ്ധിജീവിയും മുൻ ഐക്യരാഷ്ട്രസഭ അണ്ടർ സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ ശശി തരൂർ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ MP-യായാണ്. അദ്ദേഹം ഒരുപക്ഷെ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വിജയിച്ചിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായേനെ. എന്നാൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച് അമേരിക്ക ദക്ഷിണ കൊറിയൻ മന്ത്രി ബാൻ കി മൂണിനെ UN സെക്രട്ടറി ജനറലാക്കി അവരോധിച്ചു എന്നത് ചരിത്രത്തിന്റെ വിരോധാഭാസം. ഇപ്പോഴത്തെ വിവാദം ശശി തരൂർ ഒരു ദിനപത്രത്തിൽ എഴുതിയ കോളത്തിൽ പ്രകടിപ്പിച്ച തന്റെ ചില അഭിപ്രായങ്ങളാണ്. കേരളത്തിലെ LDF സർക്കാരിനെയും കേന്ദ്രത്തിലെ NDA സർക്കാരിനെയും തരൂർ പ്രശംസിച്ചു എന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ഒരുപോലെ പറയുന്നത്. തരൂർ നടത്തിയത് പക്വതയില്ലാത്ത പ്രസ്താവനയാണെന്നാണ് പല UDF നേതാക്കളും ഐകകണ്ഠേനെ അഭിപ്രായപ്പെടുന്നത്. ഇനി എന്താണ് ശശി തരൂർ പറഞ്ഞത്? കേരളത്തിൽ ഇപ്പോൾ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റിയ അനുകൂല സാഹചര്യമാണുള്ളതെന്നും കേരള വ്യവസായ വകുപ്പും കേന്ദ്ര സർക്കാരിന്റെ സഹായവും വ്യവസായങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിലെ തന്റെ കോളത്തിൽ അഭിപ്രായപ്പെട്ടത്. 1-2 വർഷം മുമ്പ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ 3 ദിവസമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് 114 ദിവസമാണെന്നാണ് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ അത് 236 ദിവസവും എടുത്തിരുന്നു എന്ന വസ്തുതയാണ് ശശി തരൂർ MP ലേഖനത്തിൽ പരാമർശിച്ചത്. എന്നാൽ കേരളത്തിൽ 2 മിനിറ്റ് കൊണ്ട് കമ്പനി തുടങ്ങാനാവുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് സത്യവുമാണ്. പ്രതീക്ഷ നൽകുന്ന ചില നയങ്ങൾ LDF സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്ന് മാത്രമല്ല, അത് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് സംഭവിക്കുകയും ചെയ്യുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുന്നിലെത്തിയിട്ടുണ്ട്. AI ഉൾപ്പെടെയുള്ള വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന പുതിയ വ്യവസായ നയം കേരളം നടപ്പാക്കി. ഇയർ ഓഫ് എന്റർപ്രൈസസ് ഉദ്യമത്തിലൂടെ 2,90,000 MSME-കളാണ് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. മേൽപ്പറഞ്ഞ വിവരങ്ങളെല്ലാം ഇന്റർനെറ്റിലും പത്രമാധ്യമങ്ങളിലും യഥേഷ്ടം ഏത് വ്യക്തിക്കും അനായാസം ലഭിക്കാവുന്നതും അറിയാവുന്നതും പങ്കുവയ്ക്കാവുന്നതുമായ പൊതുവായ വിവരങ്ങളാണ്. ഇത് ശശി തരൂർ പറയുമ്പോൾ മാത്രം വിവാദമാക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാർ രാഷ്ട്രീയത്തിന് തന്നെ കളങ്കമാണ്. ശശി തരൂർ വസ്തുതകളാണ് പറഞ്ഞതെന്ന LDF-ലെ നേതാക്കളും BJP നേതാക്കളും ഒരേപോലെ പറയുന്നു. ശശി തരൂരിന്റെ പിന്തുണയുമായി LDF കൺവീനർ തന്നെ രംഗത്തെത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും ശശി തരൂരിനെ ശക്തമായി പിന്തുണച്ചു. നല്ല കാര്യങ്ങൾ അത് ആര് പറഞ്ഞാലും അംഗീകരിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. UDF-ൽ നിന്നും ഏറ്റവും ശക്തമായ വിമർശനം നടത്തിയ നേതാക്കളിൽ ഒരാളായ MM ഹസൻ ശശി തരൂർ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും പുറത്തു പോകണമെന്നാണ് ആവശ്യപ്പെട്ടത്. തരൂർ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്നാണ് K മുരളീധരൻ ആവശ്യപ്പെട്ടത്. തൽക്കാലം ശശി തരൂരിനെതിരെ പാർട്ടിയിൽ നടപടി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പരാമർശങ്ങളിൽ തരൂർ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മുരളീധരൻ പറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയതും ശശി തരൂരിന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ശശി തരൂരിന്റെ പരാമർശങ്ങൾ UDF-ന് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രത്തിൽ തരൂരിന്റെ പേര് പരാമർശിക്കാതെ ലേഖനം പ്രസിദ്ധീകരിച്ചു. UDF നേതാക്കളുടെ വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ശശി തരൂർ LDF നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളെ രൂക്ഷമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു. LDF-ലെ നരഭോജികൾ എന്ന തരൂരിന്റെ പരാമർശവും വിവാദമായപ്പോൾ വൈകാതെ തന്നെ അദ്ദേഹം പിൻവലിച്ചു. എന്താണ് ശശി തരൂരിനെ മാത്രം UDF നേതാക്കൾ വട്ടമിട്ട് ആക്രമിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ അസ്വാരസ്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ ഉടലെടുത്തിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ശശി തരൂരിന്റെ അടുത്ത ബന്ധമാണ് ഒരു കാരണം. സോണിയാഗാന്ധിയുടെ ക്ഷണപ്രകാരമാണ് ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. അദ്ദേഹം മത്സരിച്ച ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ വൻ വിജയം നേടി അദ്ദേഹം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണ്ണിലുണ്ണിയായി മാറി. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ശശി തരൂരിനോട് അടുപ്പവും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് അവർ വിലയും കൽപ്പിക്കുന്നു. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കണ്ണുകടി ഉണ്ടാക്കി. UDF കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ശശി തരൂരിനെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമോ എന്ന ഭയമാണ് മറ്റൊരു കാരണം. VD സതീശനെയും
രമേശ് ചെന്നിത്തലയെക്കാളും ആ സ്ഥാനത്തേക്ക് ശശി തരൂർ യോഗ്യനാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തോന്നിയാൽ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. യുവജനങ്ങൾക്കിടയിൽ ശശി തരൂരിനുള്ള താരപരിവേഷവും കേരളത്തിലെ മറ്റൊരു കോൺഗ്രസ് നേതാവിനും അവകാശപ്പെടാൻ കഴിയില്ല. കഴിഞ്ഞ 15 വർഷം തുടർച്ചയായി പാർലമെന്റിൽ തിരുവനന്തപുരം ലോക്സഭാ പ്രതിനിധിയായി ശശി തരൂർ തിളങ്ങുന്നത് പലർക്കും അത്ര ദഹിക്കുന്നില്ല. നല്ല ജനസമ്മതിയുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് തരൂർ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏതു നേരവും അദ്ദേഹത്തിന്റെ ഓഫീസിൽ സഹായം അഭ്യർത്ഥിച്ച് സമീപിക്കാം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അല്ലാത്തവരെ പോലും, പ്രവാസികളെ പോലും അവശ്യഘട്ടങ്ങളിൽ അദ്ദേഹം തന്നാലാകുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. ഇത് പരസ്യമായ രഹസ്യമാണ്. ഇതെല്ലാം തരൂർ നടത്തുന്ന സോഷ്യൽ മീഡിയ PR സ്റ്റണ്ടുകളാണ് എന്ന് ആരോപിക്കുന്നവരും UDF-ൽ തന്നെയുണ്ട്. UDF സർക്കാരുകൾ കേരളത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നന്നായി ശശി തരൂർ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന ശശി തരൂരിനെതിരെയുള്ള ഒളിയമ്പ് തന്നെയാണ്. വസ്തുതകൾ ശരിയായി പഠിക്കാത്തത് കൊണ്ടാണ് ശശി തരൂർ LDF-നെ പുകഴ്ത്തുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ശശി തരൂർ എന്ത് പറഞ്ഞാലും വിവാദമാണ്. അദ്ദേഹം വാ തുറക്കാതിരുന്നാൽ നന്ന് എന്ന് അഭിപ്രായപ്പെട്ടവരും കുറവല്ല കേരളത്തിൽ. തരൂരിന്റെ സ്വകാര്യ ജീവിതം പോലും ആരോപണങ്ങൾക്ക് ആയുധമാക്കിയവർ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ തന്നെ കൂടെയുണ്ട്. ഇനി ശശി തരൂർ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ അത് സംസ്ഥാനത്തിലെ ജനങ്ങൾക്കും രാജ്യത്തിനും പ്രയോജനപ്പെടും. വിദേശ കമ്പനികളെ അദ്ദേഹം വ്യവസായ പങ്കാളിത്തത്തോടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നപ്പോൾ ശശി തരൂർ ചെയ്ത സംഭാവനകൾ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. മന്ത്രി അല്ലെങ്കിൽ പോലും ഒരു MP എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ശക്തമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രവാസികൾ വിദേശത്ത് പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോഴും പല അവസരങ്ങളിലും തരൂർ രക്ഷകനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നല്ല സുഹൃത്ത് വലയവും അന്തർദേശീയ വേദികളിൽ സ്വീകാര്യതയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേതൃപാഠവും ഉജ്ജ്വല വാഗ്മിയും ചലനാത്മക വ്യക്തിത്വവുമുള്ള ഒരു രാജ്യതന്ത്രജ്ഞൻ കൂടിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന് ചില അവസരങ്ങളിൽ നാക്കുപിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ പ്രകടനങ്ങളും അമിത ആവേശവും തീരുമാനങ്ങളും പിഴച്ചിട്ടുണ്ട്. പക്ഷേ ആ പിഴവുകൾ ഉൾക്കൊണ്ട് യഥാസമയം തിരുത്തലുകൾ വരുത്താൻ അദ്ദേഹത്തെ പോലെ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയില്ല എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. അതിന്റെ തെളിവാണ് അദ്ദേഹം 4ാം തവണയും വൻ ജനസമ്മതിയോടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വിവാദങ്ങളുടെ തോഴൻ എന്നതിനേക്കാളും തിരുത്തലുകൾക്കും പരിവർത്തനങ്ങൾക്കും തയ്യാറായ ഒരു നേതാവായാണ് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും യുവ വോട്ടർമാർ ശശി തരൂരിനെ കാണുന്നത്. അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും കേരളത്തിലെ യുവജനങ്ങളാണ്. ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും ശശി തരൂർ ഒരു യൂത്ത് ഐക്കോണാണ്. കേരളത്തിന്റെ വികസനത്തിന് വൻ സംഭാവനകൾ നൽകാൻ അധികാരമില്ലാതെ തന്നെ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ എന്തെല്ലാം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എതിർപ്പുകളെ പുഞ്ചിരിയോടെ ശശി തരൂർ നേരിടുമ്പോൾ അത് പരിവർത്തനത്തിന്റെ തുടക്കം കൂടെയാണ്.